അല്ല അവർ പറഞ്ഞ ഏറ്റവും വലിയ ഭീരുക്കളെന്ന്. ഇൻക്ലാബ് സിന്ദാബാദ് വിളിച്ച് കഴിമരത്ത് കയറിയവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. അതേസമയം 11 മാപ്പപേക്ഷ. ഞാനിപ്പം BBC-യുടെ ഒരു ഡോക്യുമെൻ്ററി നേരത്തെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിലുണ്ട് 11 അപേക്ഷ. ഇദ്ദേഹത്തിൻ്റെ ഈ സവാർക്കറുടെ ഗ്രാൻഡ് നെഫ്യൂ പറഞ്ഞിരിക്കുന്നത് 10 മാപ്പ് കൊടുത്തു എന്നാണ്. അപ്പോൾ അവരുടെ അനുയായികൾ പാർലമെൻറ്റിലേക്ക് തിരിഞ്ഞു നോക്കാൻ ധൈര്യമില്ലാത്ത പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രിയും അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുമ്പോഴാണ് ഇവരിങ്ങനെ പറയുന്നത്. അപ്പോൾ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോൾ നിർമ്മല സീതാരാമനുമായിട്ടുള്ള ഒരു കൊമ്പ് കോർക്കൽ മാത്രമല്ല, ബ്രിട്ടാസ് എഴുന്നേൽക്കുമ്പോൾ തന്നെ പലതരത്തിലുള്ള അസ്വസ്ഥതയാണ് BJP സീറ്റുകളിൽ ഉണ്ടാകുന്നത്. ഈ സൈബർ മീഡിയയിലെ ഒരു അറ്റാക്ക് അങ്ങേക്കെതിരെയുള്ള നോക്കിയപ്പോഴും അവർ പറയുന്നതിൻ്റെ പ്രധാന കണ്ടൻറ്റ് വീണ്ടും ഒരിക്കൽ കൂടി ഒരു രാജ്യസഭാ അംഗമാകാൻ വേണ്ടിയുള്ള ഒരു തന്ത്രമാണിതെല്ലാം. ഞാനിവിടെ ഒന്നാമത്തെ കാര്യം, ഞാനിവിടെ രാജ്യസഭയിൽ വന്ന മുതൽ എനിക്ക് ചെയ്യാൻ കഴിയുന്ന രൂപത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. എൻ്റെ രാജ്യസഭയിലെ കന്നിപ്രസംഗത്തെ അഭിനന്ദിച്ചത്, ഞാൻ പറയുന്നതിലൊരു പ്രശ്നമുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഈ ചോദ്യം വന്നതുകൊണ്ട് പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ ചോദ്യം കൂടെ, അന്ന് എൻ്റെ കന്നിപ്രസംഗത്തെ അഭിനന്ദിച്ചത് മറ്റാരുമല്ല, അന്ന് ഉപരാഷ്ട്രപതിയായിരുന്ന വെങ്കയ്യ നായിഡുവാണ്. വെങ്കയ്യ നായിഡു എൻ്റെ രാഷ്ട്രീയം ഷെയർ ചെയ്യുന്ന ഒരാളല്ല. അദ്ദേഹം വലിയ ഉയർന്ന പദവിയിലുള്ള ആളാണ്. എന്നെപ്പോലെ ആദ്യമായിട്ട് സഭയിൽ വന്ന ഒരു അംഗത്തിൻ്റെ പ്രസംഗത്തെക്കുറിച്ച് പൊതുവേദിയിൽ വെച്ച് പറയേണ്ട കാര്യമില്ല. അപ്പം ഞാൻ തുടക്കം തന്നെ ഈ BJPയുടെ പ്രത്യയശാസ്ത്രത്തെയും വളരെ ശക്തമായി എതിർത്ത് പോരുന്നതാണ്. അതിൻ്റെ തുടർച്ച മാത്രമാണത്. എത്രയോ കാലം മുമ്പ് എൻ്റെ പ്രസംഗത്തെ തടസ്സപ്പെടുത്താൻ വേണ്ടി 4 മന്ത്രിമാർ ഇറങ്ങിയിട്ടില്ലേ? എൻ്റെ ഒരു ചെറിയൊരു പ്രസംഗത്തെ തടസ്സപ്പെടുത്താൻ വേണ്ടി അമിത്ഷാ, നിർമ്മല സീതാരാമൻ, പീയൂഷ് ഗോയൽ, വേറെ പിന്നെ പ്രഹ്ലാദ് ജോഷി, 4-5 മന്ത്രിമാർ ഒരുമിച്ച് ചാടി ഇറങ്ങിയിട്ടില്ലേ? അതിപ്പോഴല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനെന്ന് രാജ്യസഭയിൽ വന്നോ അന്ന് മുതൽ ഇവർക്കെതിരെ അതിശക്തമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നുണ്ട്. അതല്ലാതെ എൻ്റെ കാലാവധി ഇങ്ങനെ വരുന്നു എന്നുള്ളതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ജോൺ ബ്രിട്ടാസിൻ്റെ ഒരു പ്രസംഗം നമ്മൾ നോക്കി കഴിയുമ്പോൾ കൃത്യമായ വസ്തുതകളുടെ ബലത്തിൽ തന്നെയാണ് പ്രസംഗിക്കാറുള്ളത്. പക്ഷേ നിർമ്മല സീതാരാമൻ പറയുന്നത് ഒരു ബോംബെറിഞ്ഞിട്ട് ആരോപണം ഉന്നയിച്ചിട്ട് ഓടിപ്പോകുന്ന ആളാണ്, കമ്മ്യൂണിസ്റ്റുകൾ ഭീരുക്കളാണ് എന്നൊക്കെയാണ്. ഒന്നാമത്തെ കാര്യം, നിർമ്മല സീതാരാമൻ ആ പറഞ്ഞത് തന്നെ നീക്കം ചെയ്തു. ഒരു കേന്ദ്രമന്ത്രി, അതും ഒരു ധനമന്ത്രിയുടെ സംസാരങ്ങൾ, പ്രതിപാദനങ്ങൾ സഭാരേഖയിൽ നിന്ന് നീക്കം ചെയ്യണമെങ്കിൽ ഇവരെത്രത്തോളം ബലിശമായിട്ടാണ് സംസാരിച്ചത് അവർക്ക് ബോധ്യപ്പെടണ്ടേ. രണ്ടാമത്തെ കാര്യം, ആ സന്ദർഭം എന്തായിരുന്നു? സന്ദർഭം എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷം സഭ ബഹിഷ്കരിക്കുന്ന സമയമാണ്. ഞാൻ എന്തുകൊണ്ട് ആ സഭയിൽ പോയി എന്ന് വെച്ചാൽ, പ്രതിപക്ഷ കക്ഷികൾക്കിടയിൽ ഒരു ധാരണയുണ്ടായി. കോൺഗ്രസ് നേതാക്കളും എല്ലാ ആൾക്കാരും ഒരു ധാരണയുണ്ടായി. ഒരു സ്റ്റാറ്റ്യൂട്ടറി റെസൊല്യൂഷൻ എൻ്റെ പേരിലുണ്ട്. എന്താ കാരണം, ഇവർ കൊണ്ടുവരുന്ന ടാക്സേഷൻ ആൻഡ് അതർ ലോസ് അമെൻഡ്മെൻറ്റ് ബില്ല് തോല, അതിനെതിരെ അജണ്ട പേപ്പറിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട ഒരു സ്റ്റാറ്റ്യൂട്ടറി റെസൊല്യൂഷൻ എൻ്റെ പേരിലാണ്. അപ്പോൾ എൻ്റെ പേരിൽ റെസൊല്യൂഷൻ നിൽക്കെ ഞാൻ സഭയിൽ ഇല്ലാതിരിക്കുന്നത് അത് വളരെ വിചിത്രമായൊരു കാര്യമായിട്ട് വ്യാഖ്യാനിക്കപ്പെടാം എന്നതുകൊണ്ട് ഞാൻ ആ റെസൊല്യൂഷൻ അവതരിപ്പിക്കണമെന്നൊരു ധാരണയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ റെസൊല്യൂഷൻ അവതരിപ്പിച്ചത്. റെസൊല്യൂഷൻ അവതരിപ്പിക്കുന്ന ആൾക്ക് ഹ്രസ്വമായിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ റെസൊല്യൂഷൻ അവതരിപ്പിക്കുന്നതെന്നും എന്തുകൊണ്ടാണ് എതിർപ്പ് എന്നും പറയാനുള്ളൊരു അവകാശമുണ്ട്. ആ സാവകാശം ഞാൻ പരിപൂർണമായി വിനിയോഗിച്ചു. ആ വിനിയോഗിക്കുന്ന സമയത്താണ് ഇവരെല്ലാവരും കൂടി എഴുന്നേറ്റ് ബഹളം വെക്കുകയും കാര്യങ്ങൾ ചെയ്തു. പക്ഷെ ഞാൻ ഉന്നയിച്ച ഒരു ചോദ്യത്തിന് പോലും അവർ മറുപടി പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിച്ച ചോദ്യം ഇതാണ്: നിങ്ങൾ നോട്ട് നിരോധനം നടത്തി, ഞങ്ങളെല്ലാം ഡിജിറ്റൽ ഫ്രെയിംവർക്കുള്ളിൽ കൊണ്ടുവന്നു, 55 കോടി ജനങ്ങൾ എന്ന് വെച്ചാൽ 2 അമേരിക്ക ചേരുന്ന പോലത്തെ ആൾക്കാരെ കൊണ്ടുവന്നു. ആകെ നമ്മുടെ ഇന്ത്യയുടെ വോട്ടേഴ്സ് ലിസ്റ്റിലുള്ളത് 94 കോടി, അതിൽ 55 കോടി വന്നു. അടുത്ത വർഷമാകുമ്പോൾ 60-70 കോടി വരും. അതിൻ്റെ ട്രാൻസാക്ഷൻ വോളിയം എന്ന് പറഞ്ഞാൽ ഒരു വർഷം നമുക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല. 314 ലക്ഷം കോടി രൂപ. മാത്രമല്ല, പ്രധാനമന്ത്രിയും ധനമന്ത്രിയും മുമ്പ് പറഞ്ഞിരുന്നത് എന്താണ്? ഇത് പരിപൂർണമായിട്ടും സൗജന്യമായിരിക്കും, ഒരു സേവന നിരക്കും ഇതിനകത്ത് ഏർപ്പെടുത്തില്ല. അപ്പോൾ നിങ്ങളുടെ തന്നെ പോളിസി നിങ്ങൾ ലംഘിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഇവിടെ സേവന നിരക്ക് ഏർപ്പെടുത്തണമെന്ന് ഔപചാരികമായി പറഞ്ഞത് അമേരിക്കയാണ്. അമേരിക്കയുടെ US ട്രേഡ് റെപ്രസെൻറ്റേറ്റീവ് ഇത് രേഖാമൂലം നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ സമ്മർദ്ദം ഇല്ലേ? മൂന്നാമത്തെ കാര്യം, നിങ്ങളിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു ബ്ലാങ്കറ്റ് അപ്രൂവലാണ്. എന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ ഏർപ്പെടുത്തുന്നില്ല. അതായത് ഒരു ബ്ലാങ്ക് ചെക്ക് ഒപ്പിട്ട് പാർലമെൻറ്റിൽ നിന്ന് മേടിക്കുന്നത്, അത് അധാർമികമാണ്. ഇനി നിങ്ങൾ ആർക്കാണ് ചുമത്താൻ പോകുന്നത്, എത്രയാണ് ചുമത്താൻ പോകുന്നത് എന്നുള്ള പാർലമെൻറ്റിന് അറിയില്ല. അപ്പോൾ പാർലമെൻറ്റിൽ നിന്ന് ബ്ലാങ്ക് ചെക്ക് ഒപ്പിട്ട് മേടിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഇഷ്ടമുള്ള സമയത്ത് നിങ്ങൾക്ക് അതിന് മുകളിൽ ഫില്ലപ്പ് ചെയ്യാം. അത് അൺകോൺസ്റ്റിറ്റ്യൂഷണലാണ്, ഇല്ലീഗലാണ്, ഇമ്മോറലാണ്. അത് മാത്രമല്ല, ഓരോ സെക്ടറിൽ ഇത് ബാധിക്കാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ പേഴ്സൺ ടു പേഴ്സൺ ട്രാൻസാക്ഷൻ
മുകളിൽ ചുമത്തിയില്ലെങ്കിൽ പോലും വാല്യുവിൻ്റെ 68% നമ്മൾ മെർച്ചൻഡൈസുമായി ബന്ധപ്പെട്ടതാണ്. അതായത് നമ്മൾ ഒരു കടയിൽ കൊടുക്കുന്നതാണ്. ഇപ്പോൾ എനിക്കൊരാൾ, എൻ്റെ ഒരു സഹോദരൻ എനിക്ക് പൈസ അയച്ചാൽ തന്നെ എനിക്കൊരു സാധനം മേടിക്കാൻ വേണ്ടിയായിരിക്കും ആ പൈസ അയച്ചിരുന്നത്. പിന്നെ ഞാൻ ഒരു കണക്ക് പറഞ്ഞു, 1.25 ലക്ഷം പെട്രോൾ പമ്പ്, ഒരു പെട്രോൾ പമ്പിന് കാരണം ഒരു ദിവസം 2000 രൂപയുടെ ബാധ്യത വന്നാൽ തന്നെ 10-12,000 കോടി രൂപ ഉപഭോക്താക്കൾക്ക് നഷ്ടപ്പെടും. 5ാമത്തെ പോയിൻ്റായിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. വിചിത്രമായ സാമ്പത്തിക ന്യായമാണ് നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. എന്താണ്? ലോകത്തെവിടെയെങ്കിലും ഒരു കച്ചവടക്കാരൻ്റെ മേൽ ചുമത്തപ്പെടുന്ന ഭാരം ആ കച്ചവടക്കാരൻ സഹിക്കുന്നൊരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? അത് ഉപഭോക്താവിലേക്ക് കൈമാറില്ലേ? അതല്ലേ രീതി. അപ്പം നിങ്ങൾ ഈ പറയുന്നത് മുഴുവൻ കളവല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഈ 5 കാര്യങ്ങൾക്ക് മറുപടി പറയാതെ കമ്മ്യൂണിസ്റ്റുകാരാണ്, ഇങ്ങനെയാണ്, അങ്ങനെയാണ്. അത് മാത്രമല്ല, അവർ പറഞ്ഞ ഏറ്റവും വലിയ ഭീരുക്കളെന്ന് ഇൻക്ലാബ് സിന്ദാബാദ് വിളിച്ച് കഴിമരത്ത് കയറിയവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. അതേസമയം 11 മാപ്പപേക്ഷ. ഞാനിപ്പം BBC-യുടെ ഒരു ഡോക്യുമെൻ്ററി നേരത്തെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിലുണ്ട് 11 അപേക്ഷ. ഇദ്ദേഹത്തിൻ്റെ ഈ സവാർക്കറുടെ ഗ്രാൻഡ് നെഫ്യൂ പറഞ്ഞിരിക്കുന്നത് 10 മാപ്പ് കൊടുത്തു എന്നാണ്. അപ്പോൾ അവരുടെ അനുയായികൾ പാർലമെൻറ്റിലേക്ക് തിരിഞ്ഞു നോക്കാൻ ധൈര്യമില്ലാത്ത പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രിയും അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുമ്പോഴാണ് ഇവരിങ്ങനെ പറയുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഇവരുടെ ഒരു സംസ്കാരം. അപ്പോൾ പൊതുവേ ഇവരെ ചോദ്യം ചെയ്യുന്നതും ഇവർ കെട്ടിപ്പൊക്കുന്ന ഈ വ്യാമോഹങ്ങളെ, അതല്ലെങ്കിൽ അബദ്ധ കഥകളെ നമ്മൾ പൊളിക്കുമ്പോൾ ഉണ്ടാകുന്ന അസ്കതയാണ് നമ്മളെപ്പോലുള്ള മെമ്പർമാർ സംസാരിക്കുമ്പോൾ ചാടി വീഴാൻ ഇവരെ പ്രേരിപ്പിക്കുന്നത്. അല്ല, ഇനിയത് ചെയർമാൻ്റെ പരിഗണനയിലാണ്. പക്ഷേ ചെയർമാൻ അതിശക്തമായ നിലപാട് സ്വീകരിച്ചു എന്നുള്ളതിൽ എനിക്ക് അദ്ദേഹത്തിനോട് വലിയൊരു നന്ദിയുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം അങ്ങനെ റൂളിംഗ് നൽകേണ്ട കാര്യമില്ല. അദ്ദേഹം എഴുതി തയ്യാറാക്കിയ റൂളിംഗ് ആവുന്നത്, അല്ലാതെ വെറുതെ ആകസ്മികമായി ഏറി പറഞ്ഞതല്ല. അദ്ദേഹം ആ നോട്ടീസിൻ്റെ പശ്ചാത്തലത്തിൽ പിന്നെ അദ്ദേഹം തെളിവുകൾ സ്വീകരിച്ചിട്ട് അദ്ദേഹം എത്രയാണ് ഒരു 12 മണിക്കൂർ 18 മണിക്കൂറിനുള്ളിൽ വളരെ സംക്ഷിപ്തമായ ഒരു റൂളിംഗ് സഭയിൽ നടത്തി എന്നുള്ളത് ആ സഭാരേഖയുടെ ഭാഗമാണ്. മാത്രമല്ല, ഇനിയുള്ള ചരിത്രത്തിൽ ഇത് നിർണ്ണയിക്കപ്പെടുന്നത്. എന്നാ കാരണം എന്ന് വെച്ചാൽ ഒരു ദക്ഷിണേന്ത്യയുടെ ഒരു സാംസ്കാരിക രീതിയെ ചോദ്യം ചെയ്യപ്പെട്ടതാണ്. ഇന്നലെ എത്ര പേര് സംസാരിക്കാൻ വേണ്ടിയിട്ട് അവിടെ കൈയുയർത്തിയെന്നറിയാം. അതായത് ചിദംബരം ഉൾപ്പെടെ. അതിനേക്കാളും വലിയ തമാശ നമ്മുടെ ജയാ ബച്ചൻജി ഒരു മുണ്ട് കിട്ടിയിരുന്നെങ്കിൽ ഞാനിപ്പോൾ മുണ്ടെടുത്തിപ്പോൾ സഭയിൽ വരുമായിരുന്നാണ് അവർ ഇന്നലെ തന്നെ ഞങ്ങളോട് പറഞ്ഞത്. മല്ലികാർജ്ജുൻ ഖാർഗെ മുണ്ട് ഉടുത്തിട്ട് വന്നു, ഇതിനോട് ഐക്യദാർഢ്യപ്പെടും. അതെ. അപ്പം ഇതുണ്ടാക്കിയിട്ടുള്ള അന്വേഷണങ്ങളുണ്ടല്ലോ, ആ ഒരു പ്രതികരണങ്ങൾ ഇവരെ വല്ലാതെ ഞെട്ടിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഒന്ന് പാൻറ് ഇടുന്ന ദിവസം ആണെന്ന് ഇന്ന് പാൻറ് ഇടണമെന്ന് വിചാരിച്ചാൽ, പക്ഷേ എന്താ സംഭവിച്ചേ, ഇന്ന് ഇങ്ങനെ ഒരു വിവാദം ഉണ്ടായ സ്ഥിതിക്ക് ഞാൻ മുണ്ട് തന്നെ ഉടുക്കാമെന്ന് വിചാരിച്ചു. അതാണ്. ഓക്കെ. അപ്പോൾ വേണമെങ്കിൽ മുണ്ട് ഉടുക്കാനും അറിയാം, ശക്തമായ ഒരു മുണ്ട് വാടിക്കുത്താനും അറിയാമെന്ന് തന്നെയാണ് ഇപ്പോൾ ജോൺ ബ്രിട്ടാസ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇമ്രാൻ അൻസാരിക്കൊപ്പം D. ധനസുബോധ്, മീഡിയ 1, ഡൽഹി.